അല്ലാഹു തആല പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനു അത്തീഉല്ലാഹ വ അത്തീഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും. അള്ളാഹുവിനെയും റസൂലിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഭരണകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുക എന്നുള്ളത് ഇത് സലഫി മൻഹജിന്റെ ഉസൂലുകളിൽപ്പെട്ട കാര്യമാണ്. അള്ളാഹുവിന്റെ ദീന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി ഏറ്റവും നല്ല രീതിയിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിലൊരു സംശയത്തിന്റെ ആവശ്യമില്ല, അതിലൊരു ശക്കിന്റെ ആവശ്യമില്ല. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്. അതിൽ നിന്ന് പിന്നെ ഒരാൾ പഴച്ചു പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശം പറ്റിയവനല്ലാതെ അത് വരൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് ഉസൂലുൽ ഈമാൻ, അതിലെ അടുത്ത ബാബ് തഹ്രീദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ലുസൂമി സുന്നതി വത്തർഗീബി ഫീ ദാലിക വതർക്കിൽ ബിദ്അ വതഫറുഖി വൽ ഇഖ്തിലാഫി വത്തഹ്ദീർ മിൻ ദാലിക. തഹ്രീദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ലുസൂമി സുന്ന, സുന്നത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രോത്സാഹനം അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം പറയുന്നത്. വത്തർഗീബി ഫീ ദാലിക, അതിലേക്കുള്ള താല്പര്യമുണ്ടാക്കൽ, റഗബത്തുണ്ടാക്കൽ. അതുപോലെ തന്നെ വതർക്കിൽ ബിദ്അ, ബിദ്അത്തുകൾ ഒഴിവാക്കൽ. വതഫറുഖി വൽ ഇഖ്തിലാഫ്, ഭിന്നിപ്പും അതുപോലെ അഭിപ്രായ ഭിന്നതയും ഒഴിവാക്കൽ. വത്തഹ്ദീർ മിൻ ദാലിക്, അതിനെക്കുറിച്ചിട്ടുള്ള താക്കീതും. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ബാബ് റമദാനിന് മുമ്പായിരുന്നു നമ്മളിൽ അവസാനമായിട്ടുള്ള ദർസ് എടുത്തത്. ഇതിനു മുമ്പത്തെ ബാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹക്കുകളുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ബാബും വരുന്നത്. ഈ ബാബിലുള്ള വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാം. ഇതിന് ഒരു ആമുഖമായിട്ട് ഷെയ്ഖ് കൊടുത്തിട്ടുള്ള ആയത്തുകൾ കൂടി ഇതിനോടൊപ്പം പറയാണ്. വഖൗലില്ലാഹി തആല ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ ധാരാളമായി അള്ളാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിക്കുന്ന, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്ക്. വഖൗലിഹി തആല, മറ്റൊരായത്ത്, ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ഷൈഇൻ. സൂറത്തുൽ അൻആമിലെ 159-ാമത്തെ ആയത്താണ്. ദീനിനെ പരസ്പരം ഫിർഖകളാകിയിട്ട് ഭിന്നിക്കുകയും അതുപോലെ തന്നെ ഓരോ വിഭാഗമാവുകയും ചെയ്ത അവരുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല. വഖൗലിഹി തആല ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ദീനിലെ നിയമമാക്കിയിരിക്കുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് കൽപ്പിച്ചത്, നിനക്ക് വഹീ നൽകിയത്, ഇബ്രാഹിം നബിക്കും മൂസാ നബിക്കും ഈസാ നബിക്കും കൽപ്പന നൽകിയത്, അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹി, ദീനിനെ നേരാവണ്ണം നിലനിർത്തുക, അതിൽ ഭിന്നിക്കരുത്. ഈ 3 ആയത്തുകളാണ് ഈ ബാബിന്റെ ആമുഖമെന്നോണം ഷെയ്ഖ് കൊടുത്തിട്ടുള്ളത്. ഈ ബാബ് നമ്മൾ പറഞ്ഞതുപോലെ ബാബു തഹ്രീദിഹി അലാ ലുസൂമിസ് സുന്ന, സുന്നത്തിനോട് യോജിച്ച് നിൽക്കുക, അതിനെ പ്രാധാന്യം പറയുന്ന, അതിൻ്റെ പ്രാധാന്യത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ബിദ്അത്ത് ഒഴിവാക്കുന്ന, ഭിന്നിപ്പ് ഒഴിവാക്കുന്ന വിഷയത്തിനെ കുറിച്ചിട്ടുള്ള പ്രാധാന്യവുമാണ് ഈ ബാബിൽ പറയുന്നത്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം കഴിഞ്ഞ ദർസിലെല്ലാം സൂചിപ്പിച്ചതുപോലെ പ്രമാണം എന്നുള്ള നിലയ്ക്ക് ഖുർആനിനോട് യോജിച്ച് നിൽക്കുന്ന കാര്യമാണ്.
കാരണം അതില്ലാതെ നമുക്കൊരിക്കലും ദീനിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല, സുന്നത്തില്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്രയോ ഹദീസുകളിൽ നമുക്ക് കാണാം, അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, നിങ്ങൾക്കിതാ എൻ്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം, അതുപോലെ തന്നെ എനിക്ക് ശേഷമുള്ള നേർമാർഗം സിദ്ധിച്ച ഖലീഫമാരുടെയും. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നി താരിക്കും ഫീക്കും മാ ഇൻ തമസ്സക്തും ബിഹി ലൻ തളില്ലു ബഅദി കിതാബുല്ലാഹി വസുന്നതി, നിങ്ങൾക്കിതാ ഞാൻ വിട്ടേച്ചു പോകുന്നു രണ്ട് കാര്യങ്ങൾ, അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴച്ചു പോവുകയില്ല, അത് ഖുർആനും എൻ്റെ സുന്നത്തുമാണെന്ന്, കിതാബുല്ലാ അള്ളാഹുവിൻ്റെ കിതാബും എൻ്റെ സുന്നത്തുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കിതാബുല്ലാ എന്ന് പറഞ്ഞാൽ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖ്വാലുകൾ, സംസാരങ്ങൾ, അതുപോലെ തന്നെ അഫ്ആലുകൾ, പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ തഖ്രീറാത്തുകൾ, റസൂലുള്ള അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് സുന്നത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുന്നത്താണ് വിശുദ്ധ ഖുർആനിനെ വിശദീകരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ വഹ്യ്, അതാണ് ഹിക്മത്ത് എന്ന കൊണ്ട് വിശുദ്ധ ഖുർആൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഹുവല്ലദീ അല്ലാഹുവാണ് ബഅസ ഫിൽ ഉമ്മീയീന റസൂല, അക്ഷരവിദ്യാഭ്യാസമില്ലാത്ത ആ ഒരു കൂട്ടത്തിലേക്ക് പ്രവാചകനെ നിയോഗിച്ചത്, മിൻഹും നിങ്ങളിൽ നിന്ന് തന്നെ, യത്ലൂ അലൈഹിം ആയാതിഹി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പാരായണം ചെയ്തു തരുന്നു, വയുസക്കീഹിം നിങ്ങളെ പരിശുദ്ധപ്പെടുത്തുന്നു, വയുഅല്ലിമുഹും കിതാബ വൽ ഹിക്മ നിങ്ങൾക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിക്കുന്നു, അതായത് ഖുർആനും ഹദീസും നിങ്ങൾക്ക് പഠിപ്പിക്കുന്നു. ഇവിടെ സഹോദരങ്ങളെ, നാം നമ്മുടെ ജീവിതത്തിൽ ദീന് കൊണ്ട് നടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സുന്നത്തിനെ മുറുകെ പിടിക്കുക മാത്രമാണ് വഴി. കാരണം ഖുർആനിനെ എങ്ങനെയെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, അത് സുന്നത്തിലൂടെ മാത്രമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലൂടെ മാത്രമാണ്. ഏത് കാലത്തിലാവട്ടെ, ഏത് ഘട്ടത്തിലാവട്ടെ, ഏത് അവസ്ഥയിലാവട്ടെ, സുന്നത്തിനെ മുറുകെ പിടിച്ചവർ വിജയിക്കും, സുന്നത്തിനെ മുറുകെ പിടിക്കാത്തവർ നശിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞിരുന്നത്, സുന്നത്ത് എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ പോലെയാണ്, ആരാണോ അതിൽ കയറിയത് അവർ രക്ഷപ്പെടും, അല്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും നശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് വിശ്വാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസം എന്താണോ അതുപോലെ ആയിരിക്കണം നമ്മുടെ വിശ്വാസം. അതുപോലെ തന്നെ ഇബാദത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഇബാദത്തുകൾ പഠിപ്പിച്ച് അതുപോലെ ആയിരിക്കണം നമ്മുടെ ഇബാദത്ത്. അതുപോലെ തന്നെ മുആമലാത്തുകളിൽ, നമ്മുടെ ഇടപാടുകളിൽ, കച്ചവടമാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ അദബുകളിൽ, മര്യാദകളിൽ, സ്വഭാവങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, എല്ലാ വിഷയങ്ങളിലും നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ അതിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗം. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൗഹീദാണ്, ഒരാളുടെ വിശ്വാസം നന്നാക്കലാണ്. അതിനുശേഷമാണ് കർമ്മങ്ങളിലേക്ക് കടന്നിട്ടുള്ളത്. ഏത് മേഖലയിലായാലും സുന്നത്തിനെ മുറുകെ പിടിക്കുക, അതാണ് ലുസൂമു സുന്ന, ഈ ബാബിന്റെ ഒന്നാമത്തെ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം പറഞ്ഞ വിഷയമാണ് വതർക്കിൽ ബിദ്അ, ബിദ്അത്തുകൾ ഒഴിവാക്കുക. ബിദ്അ എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് എന്നുള്ളതിന്റെ ജംആണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടുവോ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത, സ്വഹാബാക്കൾക്ക് പരിചയമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ ദീനാണെന്നുള്ള നിലയ്ക്ക് പുതുതായി ഉണ്ടാക്കിയിട്ടുണ്ടോ ആ കാര്യങ്ങളാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അതൊരിക്കലും, അതെത്ര നന്നായി തോന്നിയാലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള പ്രശസ്തമായ ഹദീസ് നമുക്കറിയാം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരാണോ നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കർമ്മം ചെയ്യുന്നത് അത് മർദൂദാണ്, സ്വീകരിക്കപ്പെടില്ല. അത് പിന്നെ അല്ലാഹു തആല സ്വീകരിക്കാത്ത കർമ്മമായിരിക്കും, അത് റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ. നിങ്ങൾ ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക, കാരണം പുതുതായി ഉണ്ടാക്കുന്നതെല്ലാം ബിദ്അത്തുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പണ്ഡിതന്മാരുടെ ഏതെങ്കിലും ഒരു അഭിപ്രായമാണെങ്കിലും, പണ്ഡിതന്മാരുടെ സംസാരങ്ങളാണെങ്കിലും, എത്ര ഇൽമുള്ള ആളുടെ ഇബാദത്താണെങ്കിലും, അതെല്ലാം നാം ബന്ധിപ്പിക്കേണ്ടത് എങ്ങോട്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലേക്കാണ്.
ചില ആളുകൾ, നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം മുസ്ലിമുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ ഉലമാക്കൾ, അവരുടെ നേതാക്കന്മാർ അവർ പറയുന്നത് അതാണ് അവർക്ക് ദീൻ, അവർ ചെയ്യുന്നത് അതാണ് അവർക്ക് ദീൻ. അത് പ്രമാണമായ ഹദീസിനോട് ബന്ധിപ്പിക്കാനോ ഖുർആനോട് ബന്ധിപ്പിക്കാനോ അവർ പഠിക്കുന്നില്ല. അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല. ഒരു കാര്യം ഒരു പണ്ഡിതൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് ഇതിന്റെ ദലീല്, അല്ലെങ്കിൽ ഇതിനെന്താണ് തെളിവ് ഇങ്ങനെ പറയാൻ എന്നുള്ള കാര്യം ചോദിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത അന്ധമായി ഈ പണ്ഡിതന്മാരെ പിൻപറ്റുന്ന അവസ്ഥ അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല. ഏതൊരു കാര്യം നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ഇത് എങ്ങനെയാണ് ദീനാകുന്നത്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും എങ്ങനെയാണ് അത് മനസ്സിലാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഇബാദത്ത് എന്നുള്ള നിലക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ സുന്നത്തിനോട് യോജിച്ചതല്ല എങ്കിൽ അത് ഷർറാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. ഇനി ഈ ബാബിൽ പറഞ്ഞ ആയത്തുകൾ, ഒന്നാമതായി ഷെയ്ഖ് കൊടുത്തിട്ടുള്ള ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്താണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഇതെല്ലാം ഈ ആയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമുക്കുണ്ടാവേണ്ട ഒരു ആയത്താണ്. അതായത് നമ്മൾ എന്തായാലും എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടണമെന്നും പരലോകം എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനും ഉത്തമ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതാണ് ഈ ആയത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് വിഷയത്തിലും നാം മാതൃകയാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അഥവാ റസൂലുള്ളാഹിന്റെ സുന്നത്തിനോട് യോജിക്കുക എന്നുള്ളതാണ്. എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും, ഞാൻ പറയാറുണ്ടല്ലോ, ഒരു ചെരുപ്പ് ധരിക്കുന്ന കാര്യമാണെങ്കിലും, ഒരു വലതിനെ മുന്തിക്കുന്ന കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ ഇടതുകാലം മുന്തിക്കേണ്ട ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഒരു കാര്യമാണെങ്കിലും, കിടപ്പറയിലേക്ക് പ്രവേശിക്കുമ്പോൾ കിടപ്പറ ഒന്ന് കൊട്ടിക്കൊടയണം എന്നുള്ളതാണെങ്കിലും, എന്ത് മേഖലയാണെങ്കിലും നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ച സഹോദരങ്ങൾ, അതിന്റെ ബർക്കത്തൊന്ന് വേറെയാണ്. അത് ജീവിതത്തിൽ മുഴുവൻ നമുക്ക് അതിന്റെ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലഭിക്കും. അത്രത്തോളം വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരായത്ത് ഷെയ്ഖ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ഷൈഇൻ. സൂറത്തുൽ അൻആമിലെ 159-ാമത്തെ ആയത്താണ്. ദീനിനെ ഛിന്ന ഭിന്നമാക്കുന്ന ആളുകൾ, അവരുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കലാണ് അവരുടെ കാര്യം. അതായത് ദീനിനെ ഒരു ആവശ്യവും ഇല്ലാത്ത നിലക്ക് ഓരോ വിഭാഗങ്ങളായിട്ട് മാറുന്നത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിവിടെ ദീന് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്, എന്താണ് ദീനെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, സഹാബാക്കൾ അതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇതിന്റെ എതിരായിക്കൊണ്ടുള്ള നിലക്ക് ദീനിനെ വ്യത്യസ്തമായ നിലക്ക് ഭിന്നിപ്പിക്കുന്ന ആളുകൾ, ആ ആളുകളുമായിട്ട് നബിയെ താങ്കൾക്കൊരു ബന്ധവുമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്കാണ് നമ്മെ എത്തിക്കുകയും ചെയ്യുക. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ദീനിനെ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വഹാബാക്കൾ മനസ്സിലാക്കിയത്. ഇങ്ങനെയാണ് നമ്മൾ ദീനിനെ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ശരിക്കും നമ്മൾ ദഅവത്ത് ചെയ്യേണ്ടത്. ഇതിലേക്കാണ് നമ്മൾ ആളുകളെ ക്ഷണിക്കേണ്ടത്. അല്ലാഹു തആല പറഞ്ഞു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഹബലിനെ, ഈ കയറിനെ, ഈ ദീനിനെ, ഈ ഖുർആനിനെയും സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങൾ അതല്ലാത്ത രീതിയിൽ സ്വന്തമായ അഭിപ്രായങ്ങളിലേക്കും സ്വന്തമായ വ്യാഖ്യാനങ്ങളിലേക്കും തിരിഞ്ഞ് ഭിന്നിച്ചു പോകരുത് എന്ന് ഇതുപോലെ എത്രയോ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സഹോദരങ്ങളെ നേരത്തെ പറഞ്ഞല്ലോ, പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാവട്ടെ, ഇജ്തിഹാദുകളാവട്ടെ, ചർച്ചകളാവട്ടെ, അതെല്ലാം നമ്മൾ ബന്ധിപ്പിക്കേണ്ടത് എങ്ങോട്ടാണ്? ഖുർആനിലേക്കും ഹദീസിലേക്കുമാണ്. അതിലേക്ക് മടക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭിന്നത നമുക്ക് ഒഴിവായി യഥാർത്ഥ ദീനിൽ ഉറച്ചു നിൽക്കാൻ പറ്റും. റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് മടക്കേണ്ടത്. അഥവാ ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് ആ കാര്യങ്ങളെ മടക്കേണ്ടത്. അങ്ങനെയാണ് സ്വഹാബാക്കളും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇവിടെ ഈ ആയത്ത് കൊടുക്കാനുള്ള കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നിന്ന് തെറ്റുക എന്നുള്ളതാണ് ഭിന്നിപ്പ്. നമ്മൾ പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത്
പല ആളുകളും ദീനിനോടുള്ള താല്പര്യം തന്നെ ദീനെന്നെ വിട്ടുപോകുന്നത് നിങ്ങൾ ഒരുപാട് ഭിന്നിപ്പായിട്ട് നടക്കുകയാണ്, ഒരുപാട് ആളുകളായിട്ട് പഴച്ചു പോവുകയാണ്, അല്ലെങ്കിൽ ഭിന്നിച്ച് പോകുന്ന ആളുകളാണ് ഈ നിലക്ക് സംസാരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സുന്നത്തിനോട് യോജിച്ച് നിൽക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ദീൻ. അതല്ലാതെ ആ സുന്നത്ത് വിട്ടിട്ട് ചെയ്യുന്നതാണ് യഥാർത്ഥ ഭിന്നിപ്പ്. അതല്ലാതെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉലമാക്കൾക്കിടയിലുള്ള ചർച്ചകളല്ല ഭിന്നിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുന്നത്തിനെ ഒഴിവാക്കുക, സുന്നത്തിനെതിരായി പ്രവർത്തിക്കുക, ഇതാണ് യഥാർത്ഥ ഭിന്നിപ്പ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു സുബ്ഹാനഹു വ തആലയും അതുപോലെ പണ്ഡിതന്മാർ എല്ലാവരും താക്കീത് ചെയ്തിട്ടുള്ള കാര്യം. മൂന്നാമത്തെ ആയത്ത് ഷെയ്ഖ് ഇതിൽ പറഞ്ഞത് സൂറത്ത് ശൂറയിലെ 13-ാമത്തെ ആയത്താണ്. ശർഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക. ഈ ദീനിൽ നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു മാ വസ്സാ ബിഹി നൂഹൻ, നൂഹ് നബി അലൈഹിസ്സലാമിനോട് കൽപ്പിക്കപ്പെട്ടത്, വല്ലദീ ഔഹൈനാ ഇലൈക, നിന്നോട് വഹി നൽകിയതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ നിങ്ങളിലേക്ക് വഹി നൽകിയതും. വമാ വസ്സൈനാ ബിഹി ഇബ്രാഹിം വ മൂസ വ ഈസ, ഇബ്രാഹിം നബിക്കും മൂസാ നബിക്കും ഈസാ നബിക്കും നാം കൽപ്പന നൽകിയിട്ടുള്ള കാര്യം. അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹി, നിങ്ങൾ ദീനിനെ നേരാവണ്ണം കൊണ്ടു നടക്കുക, നിങ്ങൾ ഭിന്നിപ്പുണ്ടാവരുത്. ഇവിടെ 5 പ്രവാചകന്മാരുടെ വിഷയമാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഒന്നാമത്തേത് നൂഹ് നബി അലൈഹിസ്സലാം അവ്വലുർ റസൂൽ, ഒന്നാമത്തെ റസൂലാണ്. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ റസൂലാണ്. പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം. ഈ 5 നബിമാരെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം ഈ 5 നബിമാരാരാണ്? ഉലുൽ അസ്മകളാണ്, പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ മറ്റു സ്ഥലങ്ങളിലും ഈ പ്രവാചകന്മാരുടെ പേരുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാം. നമുക്ക് സൂറത്തുൽ അഹ്സാബിൽ കാണാം, വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും വമിൻക വമിൻ നൂഹിൻ വഇബ്രാഹീം വമൂസ വഈസ ഇബ്നു മറിയം. നിന്നിൽ നിന്നും അതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമിൽ നിന്നും ഇബ്രാഹിം നബിയിൽ നിന്നും മൂസാ നബിയിൽ നിന്നും ഈസാ നബിയിൽ നിന്നും ശക്തമായ കരാർ അതുപോലെ മറ്റ് നബിമാരിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. ഇതുപോലെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഇവിടെ ഇതുകൊണ്ടുള്ള ഉദ്ദേശം, ഈ ആയത്ത് കൊടുക്കാനുള്ള ഉദ്ദേശം എന്താ കഴിഞ്ഞാൽ, ഈ പ്രവാചകന്മാരോടെല്ലാം പറഞ്ഞിട്ടുള്ള കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം എന്താണ്? വനഖീമുദ്ദീന വലാ തതഫറഖൂ, നിങ്ങൾ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ കൊണ്ടു നടക്കുക, യഥാർത്ഥ രൂപത്തിൽ പൂർത്തീകരിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്നുള്ളതാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏത് ശർഉം ഉണ്ടാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശർഇൽ അല്ലാഹു തആല പിന്നീട് മാറ്റം വരുത്തും. അതുപോലെ ഓരോ നബിമാർക്ക് ശേഷം അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ ശർഅ് പൂർത്തീകരിച്ചു. അഥവാ മുമ്പുള്ള ശർഅുകളെല്ലാം നസ്ഖ് ചെയ്ത് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്താണോ ശർഅാക്കിയിട്ടുള്ളത് അതാണ് ദീൻ. ബാക്കിയുള്ളതെല്ലാം നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ള വേദഗ്രന്ഥങ്ങളാവട്ടെ, ശർഅാവട്ടെ, നിയമങ്ങളാവട്ടെ എല്ലാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനാണ് ഇനി ദീനായിട്ടുള്ളത്. അപ്പൊ നമ്മളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള കാര്യം ഭിന്നിക്കരുത് എന്നുള്ളതാണ്. ഇവിടെ ഭിന്നിപ്പ് കൊണ്ടുള്ള ഉദ്ദേശം സുന്നത്തിന് എതിരാവരുത് എന്നുള്ളതാണ്. ഇനി ഈ ബാബിലെ ഹദീസുകളിലേക്ക്, ഈ കിതാബിലെ 88-ാമത്തെ ഹദീസാണ്. വഅനിൽ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു ഖാല, ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളതൻ ബലീഗ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഞങ്ങളെ ഉപദേശിച്ചു, വളരെ അർത്ഥവത്തായ ഒരു ഉപദേശം. ദറഫത് മിൻഹൽ ഉയൂൻ വവജിലത് മിൻഹൽ ഖുലൂബ്, അതുകൊണ്ട് കണ്ണുകൾ നിറഞ്ഞു, അതുപോലെ തന്നെ ഹൃദയങ്ങൾ ഭയപ്പെട്ടു. ഫഖാല ഖായിലുൻ, അങ്ങനെ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, കഅന്ന ഹാദിഹി മൗഇളതു മുവദ്ദിഇൻ, ഇതൊരു യാത്ര പറഞ്ഞു പോകുന്നവന്റെ അല്ലെങ്കിൽ അവസാനത്തെ ഒരു ഉപദേശമായിട്ട് തോന്നുന്നുണ്ടല്ലോ. ഫമാ തഅഹദുഹു ഇലൈന, ഞങ്ങളോട് എന്താണ് നിങ്ങൾ വസിയത്ത് ചെയ്യുന്നത്, ഞങ്ങൾക്ക് എന്താണ് ഒരു വസിയത്ത് നൽകുന്നത്? ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് നിങ്ങളോട് വസിയത്ത് നൽകുന്നു. വസ്സംഇ വത്താഅ, കേൾവി കൊണ്ടും അനുസരണം കൊണ്ടും. വഇൻ കാന അബ്ദൻ ഹബശിയ, അതൊരു ഹബശിയായിട്ടുള്ള അടിമയാണെങ്കിലും വലിയുൽ അംറിന്റെ കാര്യമാണ്. ഫഇന്നഹു മൻ യഇശ് മിൻകും ഫസയറാ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം നിങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, അതായത് എനിക്ക് ശേഷം നിങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, ഫസയറാ ഇഖ്തിലാഫൻ കസീറ, ധാരാളം ഖിലാഫുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും.
ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയ്യീന മിൻ ബഅദി. നിങ്ങൾക്ക് നിങ്ങളുടെ മേലത എൻ്റെ സുന്നത്തുണ്ട്, അതുപോലെ തന്നെ ഖുലഫാഉർ റാഷിദുകൾ നേർമാർഗം സിദ്ധിച്ച എനിക്ക് ശേഷം വരുന്ന ഖലീഫമാരുടെ സുന്നത്തുമുണ്ട്. തമസ്സകൂ ബിഹ, അതിനോട് നിങ്ങൾ യോജിച്ചു നിൽക്കുക. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് നിങ്ങൾ അത് കടിച്ചു പിടിക്കുക. വയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അഹ്, എല്ലാ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളും ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും ദലാലത്തുമാണ്. റവാഹു അബൂ ദാവൂദ് വതിർമിദി വസഹഹഹു വഇബ്നു മാജ. അബൂ ദാവൂദ്, തിർമിദി എന്നിവരെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണിത്. ഇതിന്റെ മറ്റു ചില റിവായത്തുകൾ ഇബ്നു മാജയിൽ നമുക്ക് കാണാം, ലഖദ് തറക്തുകും അലൽ ബൈളാഇ ലൈലുഹാ കനഹാരിഹാ, നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത് ഒരു തെളിഞ്ഞ പ്രദേശത്താണ്, അതിന്റെ രാത്രി പകല് പോലെയാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്, എനിക്ക് ശേഷം അതിൽ നിന്ന് പഴക്കുന്നത് ഒരു നാശം പറ്റിയവനല്ലാതെ അതിൽ തെറ്റുകയില്ല. വമൻ യഇശ് മിൻകും ഫസയറാ ഇഖ്തിലാഫൻ കസീറാ, പിന്നെ എന്നിൽ ശേഷം ജീവിക്കുന്നവർ ധാരാളം ഖിലാഫുകൾ കാണും. ഈ ലഫ്ള് കൂടിയും ഇബ്നു മാജയുടെ റിവായത്തിലുണ്ട് എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഈ ഹദീസ് വളരെ മഹത്തരമായിട്ടുള്ള ദീനിന്റെ അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കുന്ന, നമ്മുടെ മൻഹജ് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന, എന്താണ് ഹക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഹദീസാണ്. അത്ര ശ്രേഷ്ഠമായ ഹദീസാണ്. പറ്റുന്ന ആളുകളെല്ലാം ഈ ഹദീസ് ഹിഫ്ളാക്കണം. നമ്മുടെ ദഅവത്തിൽ നമുക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒരു ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാം, സ്വഹാബി ഉർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പറയുന്നത്, വഅലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇലതൻ ബലീഗ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഒരു ഉപദേശം നൽകി. റസൂലുള്ളാഹിന്റെ രീതിയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് സഹാബാക്കൾക്ക് ഉപദേശങ്ങൾ നൽകുക, വഅലുകൾ, സദുപദേശങ്ങൾ നൽകുക എന്നുള്ളത്. അത് ഓരോ ഇമാമുകളും, ഓരോ മസ്ജിദുകളിലെ ഇമാമുകളും ഉലമാക്കളും എല്ലാം ചെയ്യേണ്ട ഒരു കാര്യവുമാണ്. അവരുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഒഴിവ് കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉപദേശങ്ങൾ, നസീഹത്തുകൾ, അവരശ്രദ്ധമാവാതിരിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾക്ക് ഉപദേശം നൽകുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അതൊരു സ്ഥിരമാക്കുക, അല്ലെങ്കിൽ വളരെ സുദീർഘമായിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലാക്കുക എന്നുള്ളത് ശരിയല്ല. കാരണം നമുക്ക് പല സഹാബകളെയും കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വഅലുകൾ, ഉപദേശങ്ങൾ നൽകാറുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ നടത്തിക്കൂടെ, എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ ഉപദേശങ്ങളും ഇതൊക്കെ നടത്തിക്കൂടെ? അപ്പോ അദ്ദേഹം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യതഖവ്വലുനാ ബിൽ മൗഇള ഫിൽ അയ്യാമി കറാഹിയത്തസ് സാമതി അലൈനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഇതുപോലെ വഅദ് നൽകുന്നതിൽ ഇടവെക്കുമായിരുന്നു. അഥവാ തുടർച്ചയായി നൽകാതെ ഇടക്കായി നൽകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാകണ്ട എന്നുള്ള നിലക്ക്, ഞങ്ങൾക്ക് അതിനോടൊരു വെറുപ്പും മുഷിപ്പും ആവണ്ട എന്നുള്ള നിലക്ക് ഒരിടവിടാറുണ്ടായിരുന്നു എന്നുള്ളത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സഹാബാക്കൾക്ക് ഉപദേശം കൊടുത്തതാണ്. ചില റിവായത്തുകൾ കാണാം അത് ഫജ്ർ നമസ്കാരത്തിന് ശേഷമായിരുന്നു എന്ന്. ഒരു സുബഹി നമസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കൊടുത്തതാണെന്ന് കാണാം. എന്നിട്ട് സഹാബി പറഞ്ഞു, മൗഇളതൻ ബലീഗതൻ ദറഫത് മിൻഹൽ ഉയൂൻ വവജിലത് മിൻഹൽ ഖുലൂബ്. വളരെ അർത്ഥവത്തായ ഒരു ഉപദേശമായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ സഹാബാക്കളുടെ കണ്ണ് നിറഞ്ഞു, അതുപോലെ തന്നെ ഖൽബ് ഭയപ്പെട്ടു. കാരണം അത്രയും അർത്ഥവത്തായ മനോഹരമായിട്ടുള്ള ഉപദേശമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമുക്കറിയാം പ്രത്യേകം നൽകപ്പെട്ടിട്ടുള്ള കാര്യമാണ് ജവാമിഉൽ ഖലിം, അഥവാ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് മഹത്തരമായ ആശയങ്ങളെ പറയുക എന്നുള്ളത്. റസൂലുള്ളാഹിന്റെ സംസാരങ്ങളും അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹിന്റെ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ തന്നെ മഹത്തരമായ ഭാഷ നൈപുണ്യമുള്ള ഹദീസുകളാണ് റസൂലുള്ളാഹിന്റെ സംസാരങ്ങളെല്ലാം. അതിൽ അറബി ഭാഷാ നിയമപ്രകാരമുള്ള വളരെ മനോഹരമായ രീതിയിൽ സംസാരിച്ച സംസാരങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ റസൂലുള്ളാഹിന്റെ സംസാരം അങ്ങനെയായിരുന്നു. ആ ഒരു സംസാരം ആളുകളുടെ ഹൃദയത്തിലേക്ക് അത്രത്തോളം തട്ടുന്നതായിരുന്നു. അപ്പോഴാണ് ഒരാൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കഅന്ന ഹാദിഹി മൗഇളതു മുവദ്ദിഇൻ, വിട പറഞ്ഞു പോകുന്ന ഒരാളുടെ ഉപദേശം പോലെ ഉണ്ടല്ലോ ഇത്. കാരണം ഒരാൾ അവസാനം കൊടുക്കുന്ന ഒരു ഉപദേശം എന്ന് പറയുമ്പോൾ അത്രയും വൈകാരികമായിട്ടുള്ള, അത്രയും
ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതുപോലെയാണല്ലോ ഇത് എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫമാ തഅഹദുഹു ഇലൈന, ഞങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഉപദേശം നൽകുന്നത്, വസിയത്ത് നൽകുന്നത്? അത് ഒരു രീതിയായിരുന്നു. അതായത് ഇപ്പോ വലിയുൽ അമ്റുകളാവട്ടെ, ഉലമാക്കളാവട്ടെ, പിതാക്കളാവട്ടെ, അതുപോലെയുള്ള ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ മക്കളും അതുപോലെ ബാക്കിയുള്ള ആളുകളൊക്കെ അവസാനത്തെ ഒരു വസിയ്യത്ത് ചോദിക്കുക എന്നുള്ളത് പണ്ട് മുതലേ ഉള്ള ഒരു രീതിയാണ്. നമ്മുടെ ഉലമാക്കളൊക്കെ കാണാം, സലഫുകളിലെല്ലാം ആളുകൾ പണ്ഡിതന്മാർ മരണപ്പെടുമ്പോൾ ശിഷ്യന്മാരാവട്ടെ മക്കളാവട്ടെ ചെന്ന് ചോദിക്കും, ഞങ്ങൾക്ക് ഔസിന, ഞങ്ങൾക്കൊന്ന് വസിയത്ത് നൽകണം, ഞങ്ങൾക്കൊരു ഉപദേശം നൽകണം എന്ന് അവസാന സമയത്ത് ചോദിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ആ രീതിയിൽ ചോദിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഒന്നാമത്തെ കാര്യം, ഊസീഖും ബിതഖ്വല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇത് അള്ളാഹുവിന്റെ വസിയത്താണ്. ആദ്യക്കാരിലേക്കും അവസാനക്കാരിലേക്കുമുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല വസിയത്താണ്, നിങ്ങൾ അള്ളാഹുവിനെ അനിത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ളത്. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ തഖിയും മിൻ അദാബില്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള ഒരു സംരക്ഷണം. എന്താണ് തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തഖ്വയുടെ തഅരീഫ് എന്താണ്? അൻഅമലു ബിതഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് റജാ സവാബില്ലാഹ്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക, അള്ളാഹുവിനുള്ള പ്രതിഫലം പ്രതീക്ഷിച്ച്. അതുപോലെ തന്നെ വതർക്ക് മഅസിയത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് മഖാഫത അദാബില്ലാഹ്, പാപങ്ങൾ ഒഴിവാക്കുക അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്. അതാണ് തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിൽ ഏത് സമയങ്ങളിലും നമുക്ക് ഉണ്ടാവേണ്ട കാര്യമാണ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക. അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യം. അപ്പൊ ഒന്നാമതായിട്ട് അതിനുവേണ്ടി കൽപ്പിച്ചു. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്സംഇ വത്ത്വാഅ, കേൾവി കൊണ്ടും അനുസരണം കൊണ്ടും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇത് ആരോടുള്ള കാര്യമാണ്? വലിയുൽ അംറിനോടാണ്. ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരികളോടുള്ളതാണ്. ഇസ്ലാമിന്റെ കാര്യങ്ങളെല്ലാം, മുസ്ലിമീങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ മുസ്ലിമീങ്ങൾ ജമാഅത്തായി നിൽക്കണം. നമസ്കാരമാവട്ടെ, ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളാവട്ടെ. ഒരു ജമാഅത്ത് ഉണ്ടാവണമെങ്കിൽ ഒരു അമീർ വേണം. ആ അമീർ നേരാവണ്ണം നിലനിൽക്കണമെങ്കിൽ ആ അമീറിനെ അനുസരിക്കുന്ന ആളുകളായിരിക്കണം ജമാഅത്തിലുള്ളത്. അത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് മയ്യത്ത് മറവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഖലീഫയെ സഹാബാക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ നേരാവണ്ണം നടക്കണമെങ്കിൽ ഒരു ജമാഅത്തും അതിനൊരു അമീറും ഉണ്ടായിരിക്കണം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്ന അടുത്ത കാര്യം, അതുപോലെയുള്ള അമീറിനോട് നിങ്ങൾക്ക് സമഉം താഅത്തും ഉണ്ടായിരിക്കണം. അഥവാ കേൾവിയും അനുസരണവും. എന്താണോ അമീർ കൽപ്പിക്കുന്നത് അത് കേൾക്കണം, ആ അമീറിനെ അനുസരിക്കണം. അള്ളാഹുവിനെ ധിക്കരിക്കാൻ പറയുന്നിടത്തോളം കാലം, അള്ളാഹുവിനെ ധിക്കരിക്കാൻ പറഞ്ഞാൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലാതെ ആ ഭരണാധികാരി എത്ര വലിയ തെമ്മാടിയാണെങ്കിലും, എത്ര വലിയ അക്രമിയാണെങ്കിലും, എത്ര വലിയ ഉപദ്രവകാരിയാണെങ്കിലും, ഇസ്ലാമിക സമൂഹത്തിന്റെ അമീറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, നമ്മുടെ പുറം പൊളിക്കുന്ന അവസ്ഥയാണെങ്കിലും, നമ്മുടെ സമ്പത്ത് എടുക്കുന്ന അവസ്ഥയാണെങ്കിലും ആ അമീർ നമ്മൾ അനുസരിക്കണം. ഇതല്ലെങ്കിൽ സഹോദരങ്ങളെ, ഒരു ഇസ്ലാമിക സമൂഹം നിലനിന്ന് പോകൂല, ഒരു ഇസ്ലാമിക ജമാഅത്ത് നിലനിന്ന് പോകൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ഭരണാധികാരി ഉണ്ട്, ആ ഭരണാധികാരി സ്വന്തം നിലക്ക് അള്ളാഹിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള നിലക്ക് ആ ഭരണാധികാരിക്കെതിരെ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ ഉമ്മത്തിന്റെ ആ മൊത്തം കാര്യങ്ങളാണ് നശിക്കുക. മുസ്ലിം സമൂഹത്തിന്റെ മൊത്തം വിഷയങ്ങളാണ് നശിച്ചു പോവുക. മുൻഗാമികളെല്ലാം കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ട് ഒരു കിതാബ് തന്നെയുണ്ട്, 40ഓളം ഹദീസുകൾ. അതിന്റെ പേരെനിക്ക് ഓർമ്മയില്ല. കുവൈറ്റിൽ ഒരു ഷെയ്ഖ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഷെയ്ഖ് ക്രോഡീകരിച്ച വലിയുൽ അംറിനോട് അനുസരണം കാണിക്കേണ്ട പ്രാധാന്യം അറിയിക്കുന്ന 40 ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ടിട്ടുള്ള ഒരു കിതാബ് തന്നെയുണ്ട്. കാരണം അത്ര പ്രാധാന്യമുള്ള കാര്യമാണത്. ഇത് നമ്മുടെ ഉള്ളിലെല്ലാം നാം മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരികളെ കുറിച്ച് ആളുകൾ പല കുറ്റം പറയും, അതങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇന്നതാക്കുന്നുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, അള്ളാഹുവിനെ ധിക്കരിക്കാൻ നമ്മെ കൽപ്പിക്കാത്തോടത്തോളം കാലം, മുസ്ലിമീങ്ങളോട് നിർബന്ധിക്കാത്തോടത്തോളം കാലം ആ വ്യക്തിയെ അനുസരിക്കുക, അംഗീകരിക്കുക, കൽപ്പനകൾ കേൾക്കുക, അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ മേലെ നിർബന്ധമാണ്. അതാണ് ഒരു മുസ്ലിം സമൂഹം നിലനിന്ന് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാഹു തആല പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും.
അള്ളാഹുവിനെയും റസൂലിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഭരണകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുക എന്നുള്ളത്. ഇത് സലഫി മൻഹജിന്റെ ഉസൂലുകൾപ്പെട്ട കാര്യമാണ്. ഇൻഷാ അള്ളാഹ് പിന്നീട് ഒരിക്കൽ ഇതിനെക്കുറിച്ച് വിശാലമായി നമുക്ക് ചർച്ച ചെയ്യാം. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ കാന അബ്ദൻ ഹബശിയൻ, ഒരു ആഫ്രിക്കക്കാരനായിട്ടുള്ള ഹബശിയായിട്ടുള്ള ഒരു അടിമയാണെങ്കിലും, അതായത് ഈ അമീറിന്റെ സ്ഥാനത്തുള്ള വ്യക്തി ഒരു ആഫ്രിക്കക്കാരനായിട്ടുള്ള കറുത്ത വർഗക്കാരനായിട്ടുള്ള ഒരു അടിമയാണെങ്കിലും അവനോട് എന്തുണ്ടാവണം? സമഉം ത്വാഅത്തും ഉണ്ടായിരിക്കണം. ഇത് പറയാനുള്ള കാരണം ഇത് അറബികളോടാണ് ഈ പറയുന്നത്. അറബികളുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം, കുടുംബ പാരമ്പര്യത്തിനും മഹിമക്കും വളരെ പ്രാധാന്യം നൽകുന്ന ആളുകളാണ്. അതിന്റെ പേരിൽ യുദ്ധങ്ങൾ വരെ നടക്കുന്ന ആളുകളാണ്. ആ ആളുകളുടെ മുമ്പിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു ഹബശി അടിമയാണെങ്കിലും അത് അമീറായി വന്നാൽ നിങ്ങൾ കേൾവി അനുസരണം ഉണ്ടാകണം. അതായത് അതിന്റെ പ്രാധാന്യം അത്ര വലുതായി പഠിപ്പിക്കുകയാണ്. ഒരു ഇത് കുടുംബമഹിമ പോരാ, അല്ലെങ്കിൽ സ്ഥാനം പോരാ എന്നുള്ള നിലക്ക് ആ അമീറിനോട് എതിരായി നിൽക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്ന വാക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഭാഗമാണ് നമ്മുടെ ഈ ബാബുമായി ബന്ധപ്പെട്ടുള്ളത്, ഫഇന്നഹു മൻ യഇശ് മിൻകും ഫസയറാ ഇഖ്തിലാഫൻ കസീറാ, ആരാണോ എനിക്ക് ശേഷം നിങ്ങളിൽ ജീവിക്കുന്നത്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ഇവിടെ നിങ്ങൾ ജീവിക്കുന്നവര്, അവർ ധാരാളം ഖിലാഫുകൾ കാണുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തിന്റെ ആവശ്യമില്ല? അഭിപ്രായ വ്യത്യാസത്തിന്റെ ആവശ്യമില്ല. എന്തൊരു കാര്യമുണ്ടെങ്കിലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ച് റസൂലുള്ള ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അതാണ് ദീന്. അതിനപ്പുറത്തേക്ക് വേറൊരു ചർച്ചയില്ല. വഹി ഇറങ്ങുന്ന സമയമാണ്, വേറൊരു സംശയ ആ വിഷയത്തിലില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് കഴിഞ്ഞാൽ ഈ ഖുർആനിനെയും അതുപോലെ ഈ ഹദീദിനെയും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. അഥവാ നുബൂവത്തിന്റെ നാവ് കൊണ്ട് റസൂലുള്ള പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖിലാഫുകൾ കാണുമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിനുള്ള പരിഹാരം പറഞ്ഞത് എന്താണ്? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി, നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടും പറഞ്ഞു. ഒന്ന്, എന്റെ സുന്നത്ത് ഇതാ നിങ്ങൾക്കുണ്ട്. രണ്ട്, നേർമാർഗത്തിലായിട്ടുള്ള ഖുലഫാഉർ റാഷിദുകൾ അഥവാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, ഇങ്ങനെയുള്ള ഖുലഫാഉർ റാഷിദീങ്ങൾ, അവരുടെ സുന്നത്തും നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ മുറുകെ പിടിക്കണം. അതാണ് തൊട്ടടുത്ത് പറഞ്ഞത്, തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. അഥവാ ദീനിൽ എന്തൊരു വിഷയം നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസമായി തോന്നിയാലും ഒരു സംശയം വന്നാലും നമ്മൾ നേരെ മടങ്ങേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ആ വിഷയം എന്താണെന്നും സ്വഹാബാക്കൾ ആ കാര്യങ്ങൾ വിശ്വസിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ദീനിലെ വിശ്വാസ കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. പല ആളുകളും ഇപ്പൊ ഇസ്തിഗാസ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇസ്തിആന എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നെദർ അറവ് നേർച്ച എന്ന് പറഞ്ഞ് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ചെയ്യുന്നത്. നമ്മൾ നേരെ റസൂലുള്ളാഹിന്റെ സുന്നത്തിലേക്കും സഹാബാക്കളിലേക്കും മടക്കിയാൽ മതി. അതുപോലെ തന്നെ ഇബാദത്തുകളിൽ പലരും പല രീതിയിലുള്ള പുതിയ പുതിയ നോമ്പുകൾ, ഇപ്പോ ഇസ്രാ മിറാജ് എന്നുള്ള നോമ്പ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള റഗായിബ് നമസ്കാരങ്ങൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിലുള്ള കാര്യങ്ങൾ, പുതിയ പുതിയ ഇബാദത്തുകൾ കാണുമ്പോൾ റസൂലുള്ളാഹിലേക്കും സഹാബാക്കളിലേക്കും മടക്കിയാൽ മതി. അവിടെ ഉണ്ടായിരുന്നു നോക്കിയാൽ മതി, അവിടെ പ്രശ്നം തീരും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കുക. അഥവാ കുറച്ച് ബലം കിട്ടുന്ന കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പിന്നെ കൈകൊണ്ട് കിട്ടുന്നില്ല എന്ന് കണ്ടാൽ നമ്മൾ പെട്ടെന്ന് സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് പല്ലുകൊണ്ട് കടിച്ച് അതിന് ഇതാക്കുന്നത്. കാരണം ഒരു ബലം അതിനുണ്ടാവും നമുക്കറിയാം. അപ്പൊ അത്ര ബലത്തിൽ അതിനെ പിടിച്ചു നിൽക്കുക. എന്തുണ്ടായാലും ആ സുന്നത്തിന്റെ ഭാഗത്ത് മാത്രം നിൽക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ നമ്മൾക്കൊക്കെ തോന്നും അവർ കുറെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് കുറെ പിന്നെ നല്ല നല്ല കാര്യങ്ങളാണ്, അത് പുതിയ പുതിയ ദിക്റുകളാണ്, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള നിലക്ക് തോന്നുമ്പോൾ ഒരിക്കലും അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബാക്കളുടെയും മാർഗം എന്താണോ അത് മാത്രമാണ് ഹഖ്. അതിനെ മുറുകെ പിടിച്ച് അതിനെ കടിച്ചു പിടിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ സൂക്ഷിക്കണം. ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെ നിങ്ങൾ ഗൗരവത്തിൽ സൂക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, ഇവിടെ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിയോഗിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പൂർത്തീകരിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ദീനിൽ ഇനി ഒന്നും കൂട്ടാനുമില്ല, ഒന്നും കുറക്കാനുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അന്നേ ദിവസം ഇറങ്ങിയ ആയത്ത് ഇന്നിതാ നിങ്ങളുടെ ദീന് പൂർത്തീകരിച്ചിട്ടുണ്ട്, ഇസ്ലാമിനെ തൃപ്തിപ്പെട്ട് ദീനായിക്കൊണ്ട് പൂർത്തീകരിച്ച് നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതാണ്. അതിനുശേഷം പിന്നെ ദീനിൽ ഒരു ഹുക്മിന്റെ ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയിട്ടില്ല. ഇന്നത് ഹലാലാണ്, ഇന്നത് ഹറാമാണെന്ന് അറിയിച്ചുകൊണ്ട് ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ദീന് പൂർത്തീകരിച്ചതാണ്. അത് മതി നമുക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ച ആ ദീന് മാത്രം മതി നമുക്ക് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ബിദ്അത്താണ്. ആ എല്ലാ ബിദ്അത്തും അത് ളലാലത്തുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ദീനിൽ നമ്മൾ ദീനിനെ കൊണ്ട് നടക്കുമ്പോൾ ഈ ഒരു കാര്യം, ഈ ഭാഗമാണ് ഈ ബാബിൽ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദീനിൽ പുതുതായി കൊണ്ടുണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം ബിദ്അത്തുകളാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് നേരെ എതിരായിട്ടുള്ള കാര്യമാണ്. സുന്നത്തിനെ പിൻപറ്റാനാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സുന്നത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ നാം ഒഴിവാക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ബിദ്അത്തുകളെ നാം ഗൗരവത്തിൽ സൂക്ഷിക്കണം. എന്നിട്ട് മറ്റൊരു റിവായത്തിലുള്ള ലഫ്ളിൽ നമുക്ക് കാണാം, ലഖദ് തറക്തുക്കും അലൽ ബൈളാ. നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത് തെളിഞ്ഞ പ്രദേശത്താണ്, തെളിഞ്ഞ ഒരു മാർഗത്തിലാണ്. ലൈലുഹ കനഹാരിഹ, അതിന്റെ രാത്രി പകല് പോലെ തെളിഞ്ഞതാണ്. അഥവാ സിറാത്തുൽ മുസ്തഖീം. അള്ളാഹുവിന്റെ ദീന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി ഏറ്റവും നല്ല രീതിയിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിലൊരു സംശയത്തിന്റെ ആവശ്യമില്ല, അതിലൊരു ശക്കിന്റെ ആവശ്യമില്ല. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്. അതിൽ നിന്ന് പിന്നെ ഒരാൾ പഴച്ചു പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശം പറ്റിയവനല്ലാതെ അത് വരൂല. അത്രയും നാശം പറ്റിയവനല്ലാതെ അതിൽ നിന്ന് പിന്നെ തെറ്റിപ്പോകൂല. കാരണം സഹോദരങ്ങൾ, നമുക്ക് ദീന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അതിനുള്ള എല്ലാ രീതിയിലും വിട്ടേച്ച് പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ അല്ലാഹു തആല ഖുർആൻ ഇറക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇറക്കി. ആ വഹീനെ ഇത്ര അധികം മനോഹരമായിട്ട് മുൻഗാമികൾ കാത്തു സൂക്ഷിച്ചു. അല്ലാഹു തആല അതിനുള്ള സംവിധാനം ഒരുക്കി. അതിനായി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളുകൾ അല്ലാഹു തആല ഒരുക്കി. അങ്ങനെ ഹദീസുകൾ 1400 വർഷത്തോളമായിട്ട് ഒരു ഹദീസുകൾ, ഒരാൾ പറഞ്ഞ ഇത്രത്തോളം വാക്കുകൾ, ഇങ്ങനെ അത് റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ ചരിത്രപ്രകാരം സൂക്ഷിച്ചു വെക്കുന്ന ഒരു വിജ്ഞാന മേഖലയും ഇന്ന് ലോകത്തില്ല. ഈ ഹദീസിന്റെ ലോകമല്ലാതെ വേറൊന്നും ഇന്നില്ല. അത്രത്തോളം മനോഹരമായ രീതിയിലാണ് ഈ ദീനിനെ കാത്തു സംരക്ഷിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്നൊരാൾ പഴച്ചു എന്ന് പറഞ്ഞ അയാളുടെ അവസ്ഥ എന്താ? പിന്നെ ഒരാൾ റസൂലുള്ളാഹിന്റെ സുന്നത്തിലില്ലാത്ത, സ്വഹാബാക്കൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം ദീനിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അയാളുടെ അവസ്ഥ എന്താ? എത്രത്തോളം നശിച്ചവനായിരിക്കും? അതാണ് പറഞ്ഞത്, ഈ ദീനിന്ന് ഒരാൾ ഒരു ബിദ്അത്തിലേക്കോ അല്ലെങ്കിൽ ശിർക്കിന്റെ വഴിയിലേക്കോ പോവുക എന്ന് പറഞ്ഞാൽ ഹാലിക്, നാശം പറ്റിയതിനല്ലാതെ സംഭവിക്കൂല. അത്രയും എളുപ്പമാണ് ദീൻ എന്ന് പറഞ്ഞാൽ. അത്രയും എളുപ്പമാക്കി അല്ലാഹു തആല നമുക്കത് മനസ്സിലാക്കാനുള്ള സൗകര്യം വെച്ചിട്ടുണ്ട്. ഒരു രീതി അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ രീതി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള കാര്യം ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്ന രീതിയിലായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് ഭക്ഷണത്തിനേക്കാൾ എളുപ്പത്തിൽ കിട്ടുക എന്താ? വെള്ളമാണ്. കാരണം ഭക്ഷണത്തിനേക്കാൾ മനുഷ്യന് ആവശ്യം വരും എന്താ? വെള്ളമാണ്. അവന് ഏറ്റവും കൂടുതൽ ദാഹമാണ് കൂടുതൽ വരിക. ആദ്യം ഒരു ചില ഇങ്ങനെ യാത്രകളൊക്കെ പോകുമ്പോൾ ആളുകൾ പറഞ്ഞേക്കാം, അവർക്ക് വിശപ്പല്ല അധികം ഉണ്ടാവും, ദാഹമായിരിക്കും. ദാഹത്തിനേക്കാൾ നമുക്ക് വെള്ളത്തിനേക്കാൾ എളുപ്പത്തിൽ കിട്ടുന്ന സാധനം എന്താ? വായുവാണ്. കാരണം വെള്ളത്തിനേക്കാൾ ആവശ്യം എന്താ മനുഷ്യന്? വായുവാണ്. നമുക്ക് എല്ലായിടത്തും ലഭിക്കുന്നുണ്ട്. ഇതിനേക്കാൾ എല്ലാ മനുഷ്യനും ആവശ്യം എന്താ? ഒരുത്തിന്റെ ദീനാണ്, തൗഹീദാണ്, അതുപോലെ സുന്നത്താണ്. അത് ഇതിനേക്കാൾ എളുപ്പമായിട്ട് നമുക്ക് ലഭിക്കും, ഇതിനേക്കാൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. പറഞ്ഞാൽ ഇതിൽ നിന്ന് നശിച്ചു പോവാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നാശം പറ്റിയവനായിരിക്കും. അപ്പൊ ഈ ഹദീസ് സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഹിഫ്ളാക്കേണ്ട, ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഹദീസാണ്. നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങൾ: ഒന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത്, ഒന്ന് രണ്ട് ഭരണാധികാരികളുമായി ബന്ധപ്പെട്ടത്, സുന്നത്തിനോട് യോജിച്ച് നിൽക്കേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഹദീസുൽ ഇർബാദ് ഇബ്നു സാരിയ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഹദീസ് പ്രശസ്തമാണ് ഉലമാക്കൾക്കിടയിൽ. അഹ്ലുൽ ഇൽമിന്റെ ഇടയിൽ ഹദീസ് ഇർബാദ് ഇബ്നു സാരിയ എന്ന് പറഞ്ഞ ഈ ഹദീസാണ്. അത്രയും പ്രാധാന്യമുള്ള ഒരു ഹദീസാണിത്. അടുത്ത ഹദീസ്
വലി മുസ്ലിമിൻ ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല, ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദിയ്യി ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു ബിദ്അത്തിൻ ളലാല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയിലെ വാക്കുകളാണിത്. റസൂലുള്ള ഖുതുബ നിർവഹിക്കുമ്പോൾ ആദ്യത്തിൽ ഖുതുബത്തുൽ ഹാജ നിർവഹിക്കും. അതിൽപ്പെട്ട വാക്കാണ് അതിന്റെ ആദ്യത്തെ നമ്മൾ സാധാരണ ഖുതുബയിലെല്ലാം കേൾക്കുന്ന ഹംദും അതുപോലെയുള്ള വാചകങ്ങളും 3 ആയത്തുകളും തഖ്വ കൊണ്ടുള്ള വസിയത്തുള്ള 3 ആയത്തുകളും കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മാ ബഅദ് അതിനുശേഷം എന്നുള്ള നിലക്ക് പറയുന്ന വാക്കുകളാണ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ്. ഏറ്റവും ഉത്തമമായ ഹദീസ്, ഹദീസ് കൊണ്ട് ഉദ്ദേശം കലാം എന്നുള്ളത് അള്ളാഹുവിന്റെ കിതാബാണ് അഥവാ ഖുർആനാണ്. വഖൈറൽ ഹദിയ്യി ഹദിയ്യു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗനിർദ്ദേശം, മാതൃക അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും മോശമായിട്ടുള്ളത് പുതുതായി ഉണ്ടാക്കുന്നതാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. ചില റിവായത്തുകളിൽ വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ളലാലത്തും നരകത്തിലാണ് എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സഹോദരങ്ങളെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഖുതുബകളിലെല്ലാം റസൂലുള്ള പറയാറുള്ള വാക്കാണിത്. ഈ ഒരു കാര്യം അന്ന് ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എന്തില്ല, ഒരു ബിദ്അത്തില്ല, ദീനിലൊരു പുതിയതായിട്ടൊരു കാര്യം ഉണ്ടാക്കിയിട്ടില്ല. ആ സ്വഹാബാക്കളോട് ഓരോ തവണ ഖുതുബ നിർവഹിക്കുമ്പോഴും ഈ ഒരു ഉപദേശം, ഈ ഒരു കാര്യം റസൂലുള്ള ഓർമ്മിപ്പിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിൽ ഈ ഉമ്മത്തിനെ താക്കീത് ചെയ്തിട്ടുണ്ടാവും ബിദ്അത്തിനെ കുറിച്ച്. അത്ര ഗൗരവമുള്ള ഒരു കാര്യമല്ലേ. ദീനിലില്ലാത്തൊരു കാര്യങ്ങൾ ചില ആളുകൾക്ക് നിസ്സാരമായി കാണും. ബിദ്അത്ത് അതൊരു നല്ല കാര്യമല്ലേ, അതുകൊണ്ട് അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് അല്ല. എത്ര നല്ലതായി നമുക്ക് തോന്നിയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തല്ലാത്ത പഠിപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യം സഹോദരങ്ങളെ ഗൗരവത്തിൽ വിരോധിക്കേണ്ട കാര്യമാണ്. കാരണം അത്രയധികം ഗൗരവമുള്ളതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഏകദേശം ഒരു 500ഓളം ഖുതുബകൾ പറഞ്ഞതായിട്ട്, അല്ലെങ്കിൽ അത്രത്തോളം ആ സംസാരങ്ങൾ റസൂലുള്ളാഹി നടന്നിട്ടുണ്ട്. ഖുതുബയായിട്ടും അല്ലാത്ത രീതിയിലുള്ള ഉപദേശങ്ങളായിട്ടും യുദ്ധത്തിന് പോകുമ്പോഴായിട്ടും എപ്പോഴായിട്ടെങ്കിലും. അപ്പോഴെല്ലാം ഖുതുബത്തുൽ ഹാജ നിർവഹിക്കുമ്പോൾ റസൂൽ ഇത് ഉപദേശിക്കുന്നുണ്ടെങ്കിൽ, അന്നില്ലാത്തൊരു കാര്യത്തിനെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഗൗരവം നാം അതിൽ നിന്ന് തന്നെ ചിന്തിക്കണം. അടുത്തൊരു ഹദീസ് വലിൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരിയിൽ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ, എന്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, എതിർത്ത് നിന്നവരൊഴികെ. ഖീല വമൻ അബാ, ആരാണ് എതിർത്ത് നിന്നവർ, അല്ലെങ്കിൽ വമൻ യഅബാ ചില റിവായത്തുകളിൽ ആരാണ് എതിർത്ത് നിന്നവർ. അപ്പൊ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, ആരാണോ എന്നെ അനുസരിക്കുന്നത് അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. വമൻ അസാനി ഫഖദ് അബാ, ആരാണോ എന്നെ ധിക്കരിക്കുന്നത് അവനാണ് എതിർത്ത് നിന്നവൻ എന്നുള്ളത്. സഹോദരങ്ങളെ, ഈ ദീനിന്റെ അടിസ്ഥാനമാണ്. കൂടുതൽ വിശദീകരണം ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം നമുക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കി തരാനും അള്ളാഹുവിന്റെ കലാമ് പഠിപ്പിച്ചു തരാനും വിശദീകരിച്ചു തരാനും കൽപ്പനകൾ പറഞ്ഞു തരാനും വിരോധനങ്ങൾ പഠിപ്പിച്ചു തരാൻ വന്ന ആളാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കൽ മാത്രമാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വിധി എന്താണ്? അവൻ നരകത്തിലാണ്. അതിലൊരു സംശയവുമില്ല. അതിൽ കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതും അള്ളാഹുവിലെ ദീനിലേക്ക് അടുപ്പിക്കുന്നതും ഹക്കിലേക്ക് അടുപ്പിക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായിട്ട് ഒരാൾ നിൽക്കുകയും റസൂലുള്ളാഹിന്റെ കൽപ്പനകളോട് എതിരായി നിൽക്കുകയും ചെയ്തിട്ട് പിന്നെ അവനെങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക? അസംഭവ്യമാണ്. അതൊരിക്കലും നടക്കില്ല. അപ്പൊ ഈ ഹദീസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖുർആനിലെ ആയത്തുകൾ കാണാം, എത്രയോ ആയത്തുകൾ, മയ്യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, ആരാണ് അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചത് അവൻ അനുസരിക്കുന്നത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കാനുള്ള കൽപ്പനകൾ, പ്രോത്സാഹനങ്ങൾ എത്രയോ നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിന്റെ താല്പര്യമാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വർഗപ്രവേശനം നാം ആഗ്രഹിക്കുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കേട്ടാൽ, റസൂലുള്ളാഹിന്റെ കൽപ്പനകൾ കേട്ടാൽ അത് അംഗീകരിക്കുക, പൂർണ്ണമായി അംഗീകരിക്കുക. അതിലൊരു വൈമനസ്യം നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ സ്വന്തം നഫ്സിന്റെ ഇഷ്ടത്തിനോട് എതിരാണെങ്കിൽ കൂടി അത് നമ്മൾ ഉൾക്കൊള്ളുക.
എന്ത് കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞാലും നമ്മുടെ രൂപത്തിലും വേഷത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഇബാദത്തിലും വിശ്വാസത്തിലും എല്ലാത്തിലും അങ്ങനെ ആയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത്, എന്താണോ കൽപ്പിച്ചത്, എന്താണോ റസൂലുള്ളാഹിന്റെ സുന്നത്ത്, അതായിരിക്കണം നമുക്ക് ദീനായിട്ട് നാം കൊണ്ടു നടക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് കുറച്ച് ദൈർഘ്യമുള്ളതാണ്, കുറച്ച് വിശദീകരിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ അതിന്റെ ഹദീസ് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.